സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. മുത്തലാഖുമായി ബന്ധപ്പെട്ട് ശ്രീ ജെ ആർ പത്മകുമാറിന് ഒരു പുതിയ വാദം ഉന്നയിക്കാനുണ്ട്. അതിലേക്കായി ഞങ്ങൾ ഉന്നയിച്ച വാദം തന്നെ ഈ രണ്ടുപേരും ഉന്നയിക്കുന്നത് മുത്തലാഖ് മുസ്ലിം വിരുദ്ധമെന്നാണ്. അത് ഇപ്പോൾ MLA തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിച്ചാൽ ജയിലിടും, അതുകൊണ്ടാണ് അത് ഒരു മോശമാണെന്ന് പറയുന്നത്. നിങ്ങളത് അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കാൻ തന്നെ ഹിന്ദു മതത്തിൽ ആരെങ്കിലും ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ ത്രൂ കോർട്ട് ഓൺലി, അല്ലാതെ NSSO SNDPയോ KPMSോ ബ്രാഹ്മണ സഭയോ വിചാരിച്ചാൽ, അവരുടെ സമുദായം വിചാരിച്ചാൽ ഒരാളെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ത്രൂ കോർട്ട്, അത് കോടതിയുടെ അനുവാദത്തോടു കൂടി ഡൈവോഴ്സ് ചെയ്യാൻ പറ്റൂ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം യോജിപ്പിച്ചതാണ്, ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല, വളരെ പാടാണ്. ത്രൂ കോർട്ടിലൂടെ മാത്രമേ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റൂ. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ കൂടെ വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാം, അതാണല്ലോ കേസ്. അതുകൊണ്ടാണ് അതിൽ പീനൽ സെക്ഷൻ വന്നത് ഈ മുത്തലാഖ് ബില്ലില്. കാരണം സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. മുസ്ലിം സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് സ്ത്രീ വിരുദ്ധ നിലപാടുമായി CPM ഉം മുസ്ലിം ലീഗും ഇത് മുത്തലാഖ് എന്തോ വലിയ അപരാധമാണ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്, മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇതിന്റെ വസ്തുത മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത്. ശരി, അപ്പോൾ ശ്രീ വാഴക്കൻ പറയുകയുണ്ടായി ത്രികോണ മത്സരം മുഖ്യമന്ത്രിയുടെ സൃഷ്ടിയാണ് എന്ന്. BJPയെ വളർത്തുന്നു. അതായത് മോദി രാജ്യത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന പോലെ കേരളത്തിൽ അതേ രൂപത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ CPM ഉം പ്രവർത്തിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ജനാധിപത്യ കക്ഷികളെ ദുർബലപ്പെടുത്തി BJPയെ ശക്തിപ്പെടുത്തി. ഇവിടുത്തെ ജനാധിപത്യവും അതായത് ഇപ്പോൾ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വലിയ അതൊരു മതേതരത്വം, ജനകീയം, ജനാധിപത്യത്തിന്റെ സംരക്ഷണം. ഭൂരിപക്ഷ സമുദായത്തിന്റെ ആരെങ്കിലും ഒരുമിച്ച് കുറെ ആർക്കെങ്കിലും വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര വർഗീയത, ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. പിന്നെ ഈ ന്യൂനപക്ഷ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മതേതരത്വമാണ്. അതേസമയം മറ്റ് കുറെ കാലം അത് വർഗീയതയാവില്ല. അതേസമയം ഭൂരിപക്ഷ സമുദായം സംഘടിച്ചാൽ അവരെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് മതേതരത്വം. അവർക്ക് സംഘടിച്ചുകൂടാ, അവർക്ക് സംസാരിച്ചുകൂടാ, അവരുടെ അവകാശത്തിന് വേണ്ടി പറഞ്ഞുകൂടാ. ഇപ്പൊ ശബരിമല ഇഷ്യൂ വന്നു, കൃഷ്ണദാസ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് വർഗീയത പ്രചരിപ്പിച്ചു. ഞങ്ങൾ എന്ത് വർഗീയത പ്രചരിപ്പിച്ചത്? ശബരിമല ഇഷ്യൂ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള പ്രശ്നമാണോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള പ്രശ്നമാണോ? അല്ലല്ലോ. ശബരിമല ഇഷ്യൂ ആ ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരു ഭരണകൂടം തകർക്കുന്നു. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഓർത്തഡോക്സും എതിർക്കാറുണ്ട്, ജാക്കോബൻസും എതിർക്കാറുണ്ട്. മുസ്ലിം സമുദായവും അവരുടെ അവകാശങ്ങളും അവരുടെ ആചാരങ്ങളും തകർക്കാൻ ശ്രമിച്ചാൽ ഗവൺമെന്റോ ഭരണകൂടമോ എതിർക്കാറുണ്ട്. ശബരിമല എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം സംഘടനമല്ല, ഹിന്ദു സംഘടനമല്ല. അത് ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെ തകർക്കാൻ ഒരു ഭരണകൂടം ചെറുക്കുമ്പോ ശ്രമിക്കുമ്പോ അതിന് വേണു ഒരൊറ്റ കാര്യത്തില് പത്മകുമാർ പറഞ്ഞല്ലോ മുത്തലാഖിന്റെ കാര്യം. ഈ മുത്തലാഖിന്റെ കാര്യം ദുരുദ്ദേശപരമായി കൊണ്ടുവന്നാണെന്ന് പറയാനുള്ള കാരണം എല്ലാ മതങ്ങളിലെയും വിവാഹവും വിവാഹമോചനവും സിവിൽ നേച്ചറാണ്. ഇവിടെ മുസ്ലിം ചെറുപ്പക്കാരന്റെ വിവാഹമോചനം മാത്രം. അങ്ങനെ വിവാഹമോചനം ഇയാൾ പറഞ്ഞ മാതിരി തോന്നിയ മാതിരി മൊഴി ചൊല്ലുന്ന സ്ഥിതിയൊക്കെ പോയി. ഇപ്പൊ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മൊഴി ചൊല്ലണമെങ്കിൽ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാ സമുദായത്തിലും രൂപത്തിലുള്ള ബാക്കി എല്ലാ സമുദായങ്ങളിലും അത് സിവിൽ നിയമപ്രകാരം ഇത് കോൺട്രാക്ട് ആണ്. സിവിൽ അങ്ങ് പറഞ്ഞത് മറ്റ് സമുദായങ്ങൾക്ക് കോടതിയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും. പക്ഷേ സിവിൽ നടപടികളാണ്. നിങ്ങളാകട്ടെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു നിയമനിർമ്മാണം ഓർഡിനൻസ് എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവം. ഇത് ഞാൻ പറഞ്ഞു തരാമല്ലോ. ക്രിമിനൽ ഹിന്ദു വിഭാഗത്തിനകത്തും ക്രിമിനൽ ഉണ്ട്, ഹിന്ദു വിഭാഗത്തിനകത്തും ബൈഗമിയുണ്ട്. ശിക്ഷ ക്രിമിനൽ ശിക്ഷയാണല്ലോ. ജനങ്ങൾ ജയിലിൽ കിടക്കാൻ ബൈഗമി ഹിന്ദു വിവാഹത്തിൽ അനുവദനീയമല്ല. എല്ലാ തലാഖിനെയും ആരും തലാഖിനെ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. നിയമപരമായി മതമനുശാസിക്കുന്ന തലാഖിനെ നിയമപരമായി പരിരക്ഷ ഉണ്ട് ഇപ്പോഴും. ശരി, രണ്ടുപേരും സഹകരിക്കും. മുത്തലാഖല്ല നമ്മുടെ വിഷയം, മുത്തലാഖല്ല. ശരി, ഞങ്ങൾ എല്ലാവരും അതിനെ എതിർത്തത്. ശരി, നിങ്ങൾ ഈ കാര്യത്തിൽ
സംരക്ഷണം കിട്ടാൻ പാടില്ല എന്നുള്ള യാഥാസ്ഥികമായ ചിന്താഗതി വെച്ചുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്. ശരി ശരി, രണ്ടുപേരും വഴങ്ങൂ. എനിക്ക് മറ്റു അതിഥികളിലേക്ക് കൂടെ പോകണം. ശരി ശ്രീ ഷംസുദ്ദീൻ, ശ്രീ MC ആഷി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ MC ആഷി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ കോൺഗ്രസ് ശക്തിയുക്തം CPM-നെ പോലെ നല്ല വീര്യത്തോടെ പ്രതികരിക്കുന്നില്ല, അങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വിശ്വാസം ആർജിക്കുന്നില്ല. ഇതാണ് പൊതുവിൽ ഉയർന്ന വിമർശനം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവായിരുന്നു ഷുഹൈബ് ദാരുണമായാണ് കൊല ചെയ്യപ്പെട്ടത്. ഉടനെ തന്നെ അതിൻ്റെ പ്രതിവിധിയായി ഒരു ഈ പറയുന്ന രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു കൊലപാതകമല്ല കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് അത് പൊതുസമക്ഷം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു രീതി അതാണ്. ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുകയുണ്ടായി ശബരിമല എന്ന വിഷയത്തിൽ, ഇപ്പോൾ മുല്ലപ്പള്ളിയും ഇന്ന് പറയുകയുണ്ടായി ശബരിമല എന്ന വിഷയത്തിൽ, ഇന്ന് മുല്ലപ്പള്ളിയാണ് പറഞ്ഞത്, ശബരിമല എന്ന വിഷയത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം വിശ്വാസവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. അപ്പോൾ ഈ സമീപനമെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തീവ്രമായ സമീപനം ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോഴും തീവ്രമായ സമീപനം മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴും എടുക്കുന്നില്ല എന്നു പറഞ്ഞ് പ്രതിരോധത്തിലാക്കുന്നത് CPM-ന് ചേർന്നതുമാണ്, BJP-ക്ക് ചേർന്നതുമാണ്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉതകുന്നതായിരിക്കാം. പക്ഷേ ന്യൂനപക്ഷത്തിന്, ഹൈന്ദവ മതേതര ഭൂരിപക്ഷത്തിന് ഇതിലൊരു ബോധ്യമുണ്ടാകില്ലേ കോൺഗ്രസിൻ്റെ ഈ സമീപനത്തിൻ്റെ യുക്തി? അല്ല, അത് അവർ കേരളത്തിനകത്താണ് ഈ സമീപനം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഷുഹൈബ് വധം പോലെ ഒരു സംഭവത്തിൽ അതേ രൂപത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയമല്ല ഉണ്ടാകേണ്ടത്. പക്ഷേ അത് ആ അർത്ഥത്തിൽ അവർ ഇന്ത്യയിലുണ്ടാകുന്ന മുഴുവൻ വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം വരുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം നയിച്ച് അതിൻ്റെ നേതാവാവുകയല്ല ചെയ്യുന്നത്. പകരം നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്പേസ് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയനുസരിച്ച് ഓരോ സംസ്ഥാനത്തും അധികാരം സ്ഥാപിച്ചിരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആരോടും വഴക്കിന് പോകണ്ട, ഏറ്റുമുട്ടലിന് പോകണ്ട എന്നുള്ളൊരു സമവായ സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ BJP ഗവൺമെൻറ്റിനോടോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളോടോ പ്രത്യക്ഷത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവരതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ കർഷക സമരമൊക്കെ നടക്കുന്നത് അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ആരുടെയും നേതൃത്വത്തിലല്ല, കർഷക സംഘം അല്ലെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള നോട്ട് നിരോധനം പോലുള്ള പിന്നെ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അതിനെതിരെ വലിയ സമരം ഉണ്ടായില്ല. കാരണം അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. ഒരു ഗവൺമെൻറ്റാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഒരു സുപ്രീം കോടതി ശബരിമല കേസിലെ പോലെ കോൺഗ്രസ് ഈ ഷുഹൈബ് വധത്തിൽ ഒരു ഉദാഹരണമായി ഞാൻ എടുക്കുകയാണത്. പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ കരുതാം. അതിതീവ്രമായി പ്രതികരിക്കേണ്ടതാണ്, അങ്ങനെയല്ല അവരത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അവർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയും വിശ്വാസികൾക്കൊപ്പം. അപ്പോൾ തീവ്ര നിലപാടിലേക്ക് പോകുന്നില്ല എന്നത് കോൺഗ്രസിൻ്റെ ഒരു ന്യൂനതയാണോ? അങ്ങനെയാണോ അതിനെ വിലയിരുത്തേണ്ടത്? കാരണം ഇവിടെ ശ്രീ കൃഷ്ണദാസും ശ്രീ ജയപത്മാവും ഒക്കെ ശക്തിയുക്തം പറയുന്നത് കോൺഗ്രസിന്റെ നട്ടലില്ലായ്മയെ പറ്റിയാണ്. അല്ലല്ല, അങ്ങനെയല്ലത് ഒക്കെ. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ കൊല കൊണ്ട് തീർക്കാൻ കഴിയില്ല. വേണു, ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ഒരു 25-30 വർഷങ്ങളായില്ലേ CPM-ഉം RSS തമ്മിൽ? എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട്? RSSും അവസാനിച്ചിട്ടില്ല, CPM-ഉം അവസാനിച്ചിട്ടില്ല. അങ്ങനെ കൊലപാതകത്തെ കൊലപാതകം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഷുഹൈബ് വധത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ഒരു മനുഷ്യനിലുള്ള കടന്നാക്രമണമാണ്. ആ വിഷയത്തെ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അത് ശരിയായിട്ടൊരു സമീപനമായിട്ട് ഞാൻ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അവർ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ജനങ്ങൾ അക്രമവാസനയ്ക്കെതിരായിട്ട് മലബാറിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അക്രമവാസനയ്ക്കെതിരായിട്ട് ഏറ്റവും വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരുപാട് പുറത്തുള്ള ആളുകൾ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ചിന്തകർ, ഇവരൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ജനസമൂഹത്തിൻ്റെ, പൗരസമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വരണം കോൺഗ്രസ്. ആ കാര്യത്തിൽ എടുത്ത നിലപാട്. പക്ഷേ ശ്രീ ചെക്കുട്ടി 2016 തീവ്രമായൊരു സമീപനം എടുത്തില്ല എന്നതിൻ്റെ പുറത്ത് വോട്ട് നഷ്ടപ്പെടുകയുണ്ടായി. ന്യൂനപക്ഷം വിട്ടുപോയി എന്ന് ശ്രീ വാഴക്കൻ പറഞ്ഞിട്ടാണ് ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹം പോകുന്നത്.
ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്? 2016 ഞാൻ ചോദിക്കട്ടെ, 2016 കേരളത്തിലെ ലീഡർഷിപ്പിന് കോൺഗ്രസ് ലീഡർഷിപ്പിന് പരാജയം പറ്റിയിട്ടുണ്ട്, ഒരു തർക്കമില്ല. കോൺഗ്രസിനെ അല്ല സാർ, എന്റെ ചോദ്യം ഇതാണ് സാർ, വാഴക്കൻ പറഞ്ഞിട്ട് പോയത് സാർ, ഇത്തവണ അങ്ങനെയല്ല, സാർ, വാഴക്കൻ പറഞ്ഞിട്ട് പോയത് അവർ പെരുമാറിയിരിക്കുന്നത്, അതിന് ഗുണവും അവർക്ക് കിട്ടുന്നുണ്ട്. കോൺഗ്രസ് പണ്ട് ഉറങ്ങിപ്പോയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത്തവണ അവർ ഉറങ്ങിയിട്ടില്ല. സാർ, വാഴക്കൻ പറഞ്ഞിട്ട് പോയത് സാർ, ഒരു സെക്കൻഡ് ശ്രീ ഷംസുദ്ദീൻ, അതിൽ വേറെ അല്ല ഒരു സെക്കൻഡ് ശ്രീ ഷംസുദ്ദീൻ, ഒരു സെക്കൻഡ് ശ്രീ ഷംസുദ്ദീൻ, ശ്രീ വാഴക്കൻ പറഞ്ഞിട്ട് പോയത് ശ്രീ ചെക്കുട്ടി, അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ത്രികോണ മത്സരത്തിന്റെ സാധ്യത ഒരുക്കിയത് BJPയെ ഒരു പ്രധാനപ്പെട്ട ഇടം നൽകി മുന്നേറാൻ അനുവദിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ അങ്ങീ പറയുന്ന 2016 ഉറങ്ങിയ കാലം, ആ ഉറങ്ങിയ കാലത്തിൻ്റെ പ്രത്യാഘാതം കൂടെ നോക്കണം. നമ്മുടെ നിയമസഭയിൽ മൂന്നാമത്തെ വലിയ പാർട്ടി എന്ന് വെച്ചാൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ BJP ആണ്. ഒരു MLA ഉള്ളുവെങ്കിലും 15% അല്ലേ ശ്രീ ജയാർ? എന്ന് വെച്ചാൽ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഈ പറയുന്ന വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ലീഗിനേക്കാൾ മേളിലാണ് ഈ പറയുന്ന BJP. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണ് എങ്കിൽ 18 MLA-മാർ ലീഗിനുണ്ട്. ശ്രീ ഷംസുദ്ദീന് എതിർപ്പുണ്ടെങ്കിൽ ആ കണക്ക് ഖണ്ഡിക്കാം. അപ്പോൾ ഉറങ്ങിയപ്പോൾ നിയമസഭയിലെ മൂന്നാമത്തെ വോട്ട് ഷെയറുള്ള പാർട്ടിയാക്കി BJPയെ വളർത്തിയതാരാണ് ശ്രീ ചെക്കുട്ടി? ത്രികോണ മത്സരത്തിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്ന വാഴക്കൻ ഇതിന് മറുപടി പറയണ്ടേ? ഞാൻ വാഴക്കന്റെ സ്പോക്സ്മാൻ അല്ല. അല്ലല്ലോ സാർ, ഞാൻ വാഴക്കന്റെ സ്പോക്സ്മാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു മുഖം പ്രകടിപ്പിക്കുന്നുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിലെ മുഖമല്ല കോൺഗ്രസ് ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസ് കുറെ കൂടി ശക്തമായ നിലപാടിലേക്ക് വരുന്നു. മോദിയെ ചെറുക്കുന്നതിൽ വളരെ കർശനമായിട്ടുള്ള നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു. കേരളത്തിലുള്ള നേതാക്കന്മാർ കാര്യത്തിലൊക്കെ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടെന്താ കാര്യം, കോൺഗ്രസ് ഒരു പാർട്ടിയാണ്, ദേശീയ തലത്തിലെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ജനങ്ങളെ അണിനിരത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവർ വിജയിച്ചിട്ടില്ല. ശ്രീ ഷംസുദ്ദീൻ, ശ്രീ എൻ കൃഷ്ണദാസ്, രണ്ടുപേർക്കും അവസരമുണ്ട്. രണ്ടുപേരും എന്നോട് സഹകരിക്കണം. വേഗം ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം ഇടവേള. സൂപ്പർ ബോളിന്റെ അവസാനത്തിലേക്ക് ശ്രീ കൃഷ്ണദാസിലേക്ക് പോകുന്നതിന് മുമ്പ് പല ആവർത്തി കൈ ഉയർത്തിയതുകൊണ്ട് ശ്രീ എൻ ഷംസുദ്ദീൻ അങ്ങേക്ക് പറയാം. അല്ല, നമ്മളെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ന് നടന്ന ഉയർന്ന പോളിംഗ്, ആ പോളിംഗ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകളും ആരെ തുണക്കും എന്നുള്ളതാണ്. അത് കൃത്യമായി പറയാൻ എനിക്ക് സത്യത്തിൽ ഈ ബഹളത്തിനിടയിൽ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമുണ്ട്, അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിൽ ഇടതുപക്ഷത്തോടും CPM-നോടുമുള്ളൊരു വിയോജിപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം നരേന്ദ്രമോദി പക്ഷവും രാഹുൽ പക്ഷവും, അല്ലെങ്കിൽ ഫാസിസ്റ്റ് പക്ഷവും മതേതര പക്ഷവും എന്ന് പറയുന്ന രണ്ട് പക്ഷമാണുള്ളത്. ആ നേരിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷങ്ങളുടെ രാഷ്ട്രീയം അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ മതേതര വോട്ടുകൾ, ഇതെല്ലാം കോൺഗ്രസിനും ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എങ്ങനെ? ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നരേന്ദ്രമോദിയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇടതുപക്ഷം എവിടെയാണുള്ളത്? ഇടതുപക്ഷത്തിന് പിന്നെ ഈ കേരളത്തിൽ നിന്ന് വല്ല സീറ്റും കിട്ടുന്നതല്ലാതെ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് എത്ര സീറ്റാ കിട്ടുക? എത്ര സീറ്റ് കിട്ടും ദേശീയ തലത്തിൽ? ഇവിടെ BJPയോട് എത്ര സീറ്റിൽ കിട്ടും ദേശീയ തലത്തിൽ? ഇവിടെ എത്ര സീറ്റ് കിട്ടും ദേശീയ തലത്തിൽ? അവരും CPM-ആയിട്ട് എന്താ ബന്ധം? അവരും CPM-ആയും എന്നല്ല, അവരെല്ലാവരും BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എത്ര സീറ്റിൽ നിൽക്കുന്നു, എത്രയിടത്ത് ഏറ്റുമുട്ടുന്നു എന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, ആ BJP വിരുദ്ധ മുന്നണിയുടെ നായകൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നാൽ നോക്കിക്കോ, ഇവിടെ ഒരു കൃത്യമായ കേന്ദ്രീകരണം ഉണ്ടാവും. ഇടതുപക്ഷത്തിന്റെ അങ്കലാപ്പ് അതുകൊണ്ടാണ്. ഇവിടെ ഭൂരിപക്ഷ നിങ്ങൾ നോക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ശരിയല്ല. ശ്രീകൃഷ്ണദാസിന്റെ അവസരം കൊടുക്കണം. ശ്രീകൃഷ്ണദാസ്, ഇവിടെ നിങ്ങൾ ഏറ്റവും ശക്തമായി പറയുന്ന ഒരു കാര്യം 2004 ആവർത്തിക്കുമെന്നാണ്. 2004 എങ്ങനെ ആവർത്തിക്കും സർ? കാരണം 2004 ഇല്ലാത്തൊരു പ്ലെയർ 2019 അത് BJP ആണ്. അത് നിയമസഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ്. അത് ഈ പറയുന്ന 4 ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന ഒരു കൂട്ടരാണ്. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ കുറച്ച് കാണും. 4 പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ ത്രികോണ മത്സരമുണ്ട്.
ഞങ്ങൾ മുന്നേറ്റത്തിൽ വല്ല ചക്കാപ്പിച്ച കിട്ടും. നിങ്ങളുടെ അധ്യക്ഷൻ അല്ലല്ല, ഞങ്ങളെ മുറ്റേറ്റത്തിൽ വല്ല ചക്കാപ്പിച്ച ശരി, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഒന്നുമില്ല. അദ്ദേഹം പറയട്ടെ. എന്നോടല്ലേ ചോദിച്ചത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. എന്നോടല്ലേ ചോദിച്ചത്? എന്നോടല്ലേ? എന്നോട് ചോദിച്ചതിന് പത്മകുമാറാ മറുപടി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ പത്മകുമാർ മറുപടി പറയാം? അതായത് 2004 ആവർത്തിക്കുമെന്ന് ഞങ്ങൾ പറയുന്നത് സമാനമായ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം. 99 മുതൽ 98 മുതൽ 2004 വരെ 6.5 കൊല്ലം നീണ്ടു നിന്ന വാജ്പേയി ഭരണം ഇല്ലാതാവണം എന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ ആഗ്രഹിച്ചു. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ. അന്ന് ഓരോ സംസ്ഥാനങ്ങളിലും BJP തോൽപ്പിച്ചു. ഇതുപോലെ അവർ ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു, അവർ തോറ്റു. എന്നാലും ഏറ്റവും വലിയ കക്ഷി ഞങ്ങളായിരുന്നു. എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ പറഞ്ഞ പോലെ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. കോൺഗ്രസിന് കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ അന്ന് ഇന്നത്തെ പോലെ തന്നെ BJP-ക്കാർ MP-മാരെ വിലക്ക് വാങ്ങി സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് BJP-യെ പുറത്ത് നിർത്താൻ വേണ്ടി ഞങ്ങളുണ്ടാക്കിയ UPA സർക്കാർ, ഞങ്ങളുണ്ടാക്കിയതാണ് ഒന്നാം UPA സർക്കാർ. അതുപോലത്തെ ഒരു സർക്കാർ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തുണ്ടാവും. കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. അതിൽ ഒരു ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. ഒരു ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ തവണ അതിൽ അത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അന്ന് വലിയ നിലപാടെടുത്ത് 5 സീറ്റ് കിട്ടുമോ? അല്ല, ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കണം. പിന്നെ നിങ്ങൾ പറയുന്നത് 2004 അല്ല, നിങ്ങൾ വല്ലാതെ ശോഷിച്ചു പോയി. ശരി, ഷംസുദ്ദീനെ 2004 ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഷംസുദ്ദീന് ഞാൻ പറയണത് കേൾക്കൂ. ഷംസുദ്ദീൻ വലിയ ആവേശത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെയെന്ന്. ഫാസിസത്തെ തോൽപ്പിക്കണമെങ്കിൽ കേരളത്തിലല്ല, അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയില്ല. മുന്നണിയിലാക്കുന്നില്ല. അതുകൊണ്ട് സമീപനം തെറ്റാണ്. യുപിയിൽ തോൽപ്പിക്കണം. യുപിയിൽ നിങ്ങൾ BJP-യെ ജയിപ്പിക്കാതെ നിങ്ങൾ അവരെ നിങ്ങൾ BJP-യെ ജയിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. കെജ്രിവാളിനെതിരെ പോരാടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് DMK, കർണാടകയിൽ നിന്ന് ജനതാദൾ, ഉത്തർപ്രദേശിൽ നിന്ന് മായാവതി, അഖിലേഷ് യാദവ്, മഹാരാഷ്ട്രയിൽ നിന്ന് NCP, ഒരു ഘടകകക്ഷിയായിട്ട് ഈ ഷംസുദ്ദീന്റെ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാവാൻ പോകുന്നത്. BJP അധികാരത്തിൽ പുറത്താക്കും. BJP അധികാരത്തിൽ എല്ലാവരും കൂടി ഒരാൾ രാഹുൽ ഗാന്ധിക്ക് അതാണുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. CPM നോക്കി നിൽക്കും. 30 സെക്കൻഡേ ഉള്ളൂ. കേരളത്തിൽ നിങ്ങൾക്ക് നോക്കിക്കോ ഷംസുദ്ദീനെ. ശരി, ഞാൻ ഇടപെടുകയാണ്. ഈ പറയുന്ന വാദപ്രതിവാദങ്ങളുടെ ചൂടും ചൂരും
നേരിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അഭൂതപൂർവമായ വോട്ടിംഗ് കേരളം ഇന്ന് കണ്ടത്. അതിൻ്റെ വിധി ആർക്കൊപ്പം എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.